നമ്മുടെ വള്ളൂരാണ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് തിരുവോണാണ്. കണ്ണനൊക്കെ അവിടെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ മണിക്കൂട്ടി പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇന്ന് തിരുവോണാണ്. തിരുവോണം വളരെ സന്തോഷത്തോടു കൂടി പറയാനൊന്നും കഴിയില്ല. കാരണം നമ്മുടെ നാട് എന്താ കൊറോണത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കുന്നവരുണ്ടാവും, ആഘോഷിക്കാത്തവരുണ്ടാവും, ആഘോഷിക്കാൻ കഴിയാത്തവരുണ്ടാവും. എന്നാലും മലയാളിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഓണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ആഘോഷിക്കലാണ്. അല്ലാതെ നമ്മൾ വലിയ സംഭവമായിട്ടോ അങ്ങനെയൊന്നല്ല. അത് എന്താ പറയാ, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. ഓണല്ലേ, അതാണല്ലോ ഓണം. ഓണല്ലേ വരുന്നേ, കേട്ടിട്ടില്ലേ? അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഉള്ള സംസ്കാരമുള്ള ഒരു നാട്ടില് ഓണം എങ്ങനെ വന്നാലും ഓണം ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പോണം, അത്രേ ഉള്ളൂ. സന്തോഷത്തിലൊന്നും അല്ലെങ്കിലും. അപ്പോ നമ്മള് വലിയ ഒരുക്കമാനം അതൊന്നുമില്ല. ചെറിയ ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് നമ്മോട് കുറച്ച് ചോദ്യം ചോദിക്കാം അല്ലെ? നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണൊക്കെ സംഭവം നല്ല ഓണം തന്നെ. എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ പണ്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു? എല്ലാരും പറയാം അന്നത്തെ അത്രയൊന്നും ഇന്ന് ഓണമില്ലാന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് അങ്ങനെയല്ല. കുട്ടികൾക്കാണ് ഓണം. നമുക്കൊരു മെച്യൂരിറ്റി വരുമ്പോ, ഏജൊക്കെ വരുമ്പോ അതിനോടുള്ള അത് ഓണത്തിനോടല്ല, പിന്നെ കുട്ടികളാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പൂവിടുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. തറ ചാണകം ഒഴുകി ഞങ്ങൾ പൂവൊക്കെ പറിച്ച് തലേദിവസം കൊണ്ടുവന്ന് അതൊക്കെ ഇടുന്നതും. പിന്നെ അമ്മമ്മയ്ക്കായാലും എപ്പോഴും ഈ ഓരോ എങ്ങനെയാണ് നല്ല. പിന്നെ എനിക്ക് വേഗം ഓർമ്മ വരിക ഞങ്ങളുടെ സ്കൂളിലെ പൂക്കള മത്സരം. അത് ഒരു മത്സരം പോലെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തറവാട്ടിലൊക്കെ പൂവിടുമ്പോ തൊട്ടപ്പുറത്ത് പുതയിലും നിരയിച്ചൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ അരിഞ്ഞൊക്കെ പൂവിടുന്നത്. അന്ന് അവരിങ്ങനെ ഏതറുകൊണ്ട് ബോൾ പെണ്ണുകൊണ്ട് ഇങ്ങനെ റൗണ്ട് വെട്ടി. അപ്പൊ ഇവിടെ പൂവിട്ട് കഴിഞ്ഞാൽ വേഗം അവിടേക്ക് ഓടും പൂവ്. അങ്ങനെ രസമുള്ള. ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ആ സമയത്ത് ഓണായിരുന്നു ഇഷ്ടം. ഇപ്പൊ അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ വലുതായപ്പോ അന്ന് തറവാട്ടില് ചാണകം മെഴുകിയിട്ട് പൂവ് പറിക്കാനും രാവിലെ എണീക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു. സ്കൂൾ വെക്കേഷനും ആണല്ലോ 10 ദിവസം. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഈ കൊറോണയുടെ ഇതായതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂക്കള മത്സരവും ഒക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളുടെ ചുറ്റും അധികം മുസ്ലിംസിന്റെ വീടാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളും എപ്പോഴും വന്നിങ്ങനെ നിൽക്കും പൂവിടുമ്പോ. അവിടുത്തെ ചെറിയ ചെറിയ ആൺകുട്ടികള് പൂ പറിക്കാൻ സഹായിക്കും, നൈസൊക്കെ അല്ലേ. എല്ലാവരും സഹായിച്ച് അങ്ങനെ നല്ലൊരു എന്താ പറയാ, ഓണം എന്ന് പറയുമ്പോ ഒരു മതേതരത്തെ കാഴ്ചപ്പാട് ഉണ്ട്. ഓണം ഒരു കേരളത്തിന്റെ മൊത്തം ഉള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ ഓണത്തിനൊക്കെ ഊണ് കഴിക്കാൻ ഒരുപാട്, അതിന് മുന്നേ തന്നെ ഓണത്തിന്റെ ഒരുക്കമാനം പറഞ്ഞാൽ കുറെ ഉണ്ട്. കാരണം നമുക്ക് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങാവുമ്പോ എന്താ പറയാ, മഞ്ഞ് ആദ്യം നമുക്ക് ഓർമ്മ വരിക മഞ്ഞാണ്. മഞ്ഞ്, പിന്നെ ഒരു പച്ച മണാണ് രാവിലെ. കാരണം പുല്ലിന്റെയും ഒക്കെ ഉള്ള. അപ്പൊ നമ്മള് തൊടിയിലൊക്കെ നടക്കുകയാണെങ്കിൽ ഒക്കെ നിറയെ വേർപ്പ് തുള്ളി, അതുപോലെ ഇലകളൊക്കെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. അതാണ്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഓണം വരുന്നു. പിന്നെ അതുപോലെ കച്ചവടക്കാരുടെ എനിക്ക് ഓണത്തെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഒരു ചാണകം മെഴുകിയ മണം, മഞ്ഞിന്റെ മണം, ചാണകം മെഴുകിയ മണം, പൂക്കളുടെ മണം, പിന്നെ പപ്പടം കാച്ചതിന്റെ, വറുത്തുപ്പേരിയുടെ, പുത്തൻ കലത്തിന്റെ, എല്ലാം പുതിയ വസ്ത്രങ്ങളുടെ, ഓണപ്പുടവ, അതേ പുടവകളുടെ ഒക്കെ ഒരു മണമാണ് എനിക്ക് ആദ്യം വരിക. ഇപ്പോൾ ഓണത്തിനൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അടുത്ത് കല ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും എല്ലാം വാങ്ങിക്കും. കാരണം അവർക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു എന്താ പറയുക, ബിസിനസിന്റെ ഒരു ഇതാണെന്ന് അതൊക്കെ നമുക്ക് വളരെ വൈകിട്ട് അറിയുന്നത്. കാരണം പുത്തൻ കലങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് ഞാൻ പത്രത്തിൽ കണ്ടു. എന്താ പറയാ, മൺപണിക്കാർക്ക്, മൺപാത്ര പണിക്കാർക്ക് യാതൊരു ഇതുമില്ല. പ്രത്യേകിച്ച് ഈ കൊറോണ ആയിട്ടും എന്നൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഓർമ്മ വന്നത്. അമ്മ എന്തിനാ ഇങ്ങനെ കലം വാങ്ങിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ
അവർക്ക് ഇപ്പോഴല്ലേ അവരിരുന്ന് വാങ്ങിക്കുക. അതുപോലെ ആ സമയമാകുമ്പോൾ ഓരോന്നും വരും. പിന്നെ അതേപോലെ ആ സമയത്താണ് അവരെല്ലാത്തിനും വരിക. ഈ പാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ അവർക്ക് ആ സമയത്ത് ഒരു ബിസിനസ്. പിന്നെ പുത്തൻ കലത്തിലെല്ലാം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. അതായത് പുളിയിഞ്ചി നാരങ്ങ ഒക്കെ പുത്തൻ കലത്തിൽ ഉണ്ടാക്കണം എന്നുണ്ട്. പിന്നെ അതിനൊക്കെ പുന്നെല്ലിന്റെ ഓർമ്മ ഞാൻ മറന്നു കേട്ടോ. പുന്നെല്ലിന്റെ മണം. ഓണം എന്ന് പറഞ്ഞാൽ ഈ മണത്തിന്റെ ഒപ്പം തന്നെ സൂക്ഷിച്ചു വെക്കണ ഒരു മണമാണ് പുന്നെല്ലിന്റെ മണം. കാരണം നമ്മള് വീട്ടിൽ നിൽക്കുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പണിക്കാർ ചിങ്ങത്തിൽ കൊയ്യുമല്ലോ, അങ്ങനെ കറ്റ കയറ്റി കൊണ്ടുപോണതും അങ്ങനെ പണിക്കാരികളുടെയും ഒക്കെ ഒരു എന്താ പറയാ, ഒരു പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന എന്തോ ഒരു വല്ലാത്തൊരു നമ്മളിന്ന് കൊറേ മൺചട്ടിയിലാണ് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ, നമ്മുടെ നിർബന്ധത്തിന്. ഞാൻ ഞങ്ങളുടെ ചാമിച്ചട്ടേരിനി അഴകേരി വല്യച്ഛൻ അവരെ കുറെ അവിടെ ഒരു അമ്മായി കണ്ടായിരുന്നു. മറ്റേ അമ്മായി ഇതൊക്കെ കൊണ്ടുവരുന്ന അവരൊക്കെ ഓർത്തു വിട്ടന്ന്. അവരൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കില്ല. കലം കൊണ്ടുവരുമ്പോ നല്ലത് നോക്കി തരുന്നതും അതൊക്കെ രസമായിരുന്നു കുട്ടിക്കാലത്ത്. അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അന്നൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾ അമ്മമാരൊക്കെ പണിയെടുക്കുമല്ലോ. അപ്പോൾ ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ തൊട്ട വീട്ടിൽ നിന്ന് ഇന്ദ്രേച്ചി അതുപോലെ വത്സേച്ചി ഇവരൊക്കെ വരും. എന്നിട്ട് ഒരു വീട്ടിൽ കൂടിയിട്ട് അങ്ങോട്ട് കളിക്കും. അന്ന് അമ്മൂമ്മമാര് വരെ ആ വീട്ടിലേക്ക് അമ്മൂമ്മ കാർത്തികമ്മ സരോനി ഇവരൊക്കെ എല്ലാവരും എന്താ തുമ്പി തുള്ളുക, പിന്നെ എന്താ ഇങ്ങനെ വെക്കണം ജിഞ്ചീര അങ്ങനെയൊക്കെ ഒരു പാട്ട് പാടിയിട്ടൊക്കെ ഡാൻസ്, പിന്നെ അനന്തരം വാസുദേവൻ പറഞ്ഞിട്ട് പൂവിന് വട്ടം ചുറ്റുക, അങ്ങനത്തെ കളികളായിരുന്നു. അന്നും വലിയ വലിയ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ കളിക്കും. അത് ഈ ഓണത്തിനാണ് ഈ തുമ്പി തുള്ളത്. അതൊരു വിശേഷ, നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്കത് ചിലപ്പോൾ ഒരു കാണാനുള്ള ഒരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വള്ളുവനാട്ടിലെ ഇതാണ് തുമ്പിതുള്ളലും. പെണ്ണുങ്ങൾ ഒരു 4-5 ദിവസം ഈ കളി വിരുന്ന് പോയവരൊക്കെ വന്ന് ഈ ഉച്ചയായി കഴിഞ്ഞാൽ വലിയ വലിയ സ്ത്രീകളൊക്കെ ഈ കളികളാണ് ഒരുപാട്. അതായിരുന്നു ഓണക്കളി. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കളികളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ പൂ പറിക്കാനുള്ള ഇൻട്രസ്റ്റ്, പൂ ഇടാനുള്ള ഇൻട്രസ്റ്റ്, പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓണക്കോടി കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. 1, 2, 3 ഡ്രസ്സൊക്കെ അമ്മ എടുത്തു തരാറുണ്ട്. അപ്പൊ ഓണത്തിനാണ് ഇത്രയും കൂടുതൽ ഡ്രസ്സ് കിട്ടുക. അതിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഓണത്തിനുണ്ടാവും. അതേപോലെ ഓണക്കോടി ഇടും. പുതിയ ഓണക്കോടി ഇട്ട് തറവാട്ടിലേക്ക് പോകും. എനിക്കെപ്പോഴും 3 ജോഡി ഇട്ടാറുണ്ട്. 3 ദിവസം ഇടാറുണ്ട്. തിരുവോണം, ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന് ഞാൻ 3 ജോഡി ഇട്ടിട്ട് തറവാട്ടിൽ പോയിട്ട് എല്ലാരും കാണും. പിന്നെ കൂട്ടുകാരെല്ലാരും വരാറുണ്ട്. എനിക്ക് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാനേ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നല്ല രസം. ഞങ്ങളുടെ അമ്മയ്ക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണനെയും കുട്ടികളെയൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഉമ്മർത്ത് എത്ര ഇഷ്ടം പോലെ ആളുകൾ അടുത്ത് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും വിചാരിക്കുന്നു. ഞങ്ങളുടെ എല്ലാരും ഒരുമിച്ച് ഒരുപാട് ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളുടെ സഹോദരന്മാര് ഒരുപാട് കുട്ടികളുണ്ട്. റസാക്ക്, അനി, അക്ബർ, കബീർ, അലി, കുറെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സലാമൊന്നും മറന്നിട്ടുണ്ടാവില്ല അതൊന്നും. പക്ഷെ ആ ഓർമ്മകളൊക്കെ ഞങ്ങളുടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് എന്താ ഓണം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം കേട്ടോ. അന്യനാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയുടെ അടുത്തേക്ക് ഓണം ഉണ്ണാൻ വരണം. കാരണം ഇനി അപ്പുറത്തുപ്പുറത്തൊക്കെ താമസിക്കുന്ന ജ്യേഷ്ഠ അനിയന്മാരാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടണം. അതിനൊക്കെ ഓണം ഉപയോഗിക്കണം. കാരണം ഈ ഒറ്റയ്ക്ക് സദ്യ വെച്ച് കഴിക്കുന്നതൊന്നും എന്താ പറയാ, ഓണത്തിന്റെ ഒരു ഓണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതന്നെയാണ്. എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും കളിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും അതിലൊരു അവസരം കണ്ടെത്തലും കൂടിയാണ് ഓണം എന്ന് ആരും മറക്കരുത്. തീർച്ചയായിട്ടും ഒത്തുചേരലും കൂടിയാണ്. കാരണം പിന്നെ എനിക്കൊന്നും മനസ്സിലായി, നമ്മുടെ അച്ഛനും അമ്മയും അതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണം, കൂട്ടുകുടുംബം നമുക്ക്. കാരണം അച്ഛനും കൂടി എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് അത് ഭയങ്കര എന്താ പറയാ, അങ്ങനെയല്ല, എന്നാലും ഉണ്ടാവും എല്ലാവരും. പക്ഷെ എന്നാലും അതാണ് ഓണം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചിരിക്കുന്നതാണ് ഓണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഊണ് കഴിക്കാം. നമുക്ക് എല്ലാ പ്രാവശ്യവും ഗസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഗസ്റ്റൊന്നും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. അപ്പൊ നമുക്ക് ഇലട്ട് ഊണ് കഴിക്കാം കേട്ടോ. പണ്ട് ഓണത്തിന് ഇലയിടുന്നതിനും ഒക്കെ ഉണ്ട്. കാരണം ചില വീടുകളിൽ നിലവിളക്കൊക്കെ കത്തിച്ച് കുറേ ഇലകളിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ഓണം കൂട്ടുകുടുംബത്തിനാണ് ഏറ്റവും രസം. വളരെ ചെറിയ ഫാമിലിയിലൊന്നും ഒരു ഭംഗിയില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറേ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ നമുക്ക് കുറെ ആൾക്കാരൊക്കെ വരാനുണ്ടെങ്കിലാണ് ഈ സദ്യവട്ടങ്ങൾക്ക് ഒരുപാടുള്ളതൊക്കെ രസമുള്ളൂ. ഇത് എത്രയും നമ്മൾ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ നമുക്ക് വിളമ്പാം. അപ്പൊ ആദ്യം നമുക്ക് ഇല ഇടാം കേട്ടോ. ഇല ഇടുന്നത് തന്നെ ഒരു വിഭവമാണ്. ഇല എന്ന് പറയുന്നത് തന്നെ ഒരു വിഭവമാണ്. നല്ല തോശനില, നാക്കില, നമ്മുടെ ഇവിടെ നാക്കില എന്നാ പറയുക കേട്ടോ. തോശനില തെക്കൻ ഭാഷയാണ്. അപ്പൊ നമ്മൾ ഇല ഇട്ടു. ഇനി ഇവിടെ വറവ് ആദ്യം നമുക്ക് നമ്മുടെ വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, പിന്നെ നമ്മുടെ നാരങ്ങാക്കറി, പിന്നെ ഇതാ പുളിയിഞ്ചി. ഇനി നമ്മൾ കാളനാട്ടോ വിളമ്പുക. ഓരോന്നുണ്ടെങ്കിൽ കാണാല്ലേ വേണ്ടി അല്ല വിളമ്പണ് കാണാല്ലേന്ന്. കാളൻ സദ്യയൊക്കെ കുറച്ചാ വിളമ്പുക. കാളൻ, ഈ തോരൻ, രണ്ടും മഞ്ഞയായിട്ട് സംശയമില്ല. കാളൻ, തോരൻ, ഓലൻ, അവിയലയുടെ അവിയല്. നമ്മൾ സദ്യവട്ടങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ 2 ലൈനാക്കിയിട്ടൊക്കെ വിളമ്പും കേട്ടോ. അതാണ് വീതിയുള്ള ഇലയൊക്കെ വാങ്ങുന്നത്. അവിയല്. ഇതാ പച്ചടി, നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചടി ഇഷ്ടം. ഇതാണ് ഞങ്ങളുടെ വള്ളുവനാട്ടിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഇഷ്ടം. മസാല ഇഷ്ടമല്ല കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടില്ല ഇഷ്ടമാണ്. ഇഷ്ടം. അപ്പോൾ വട്ടങ്ങളൊക്കെ ആയി. അടുക്ക് പപ്പടം, പഴം, 1 സ്പൂൺ എടുത്ത് വരാം. പഴം എടുക്കല്ലേ. പപ്പടം 1 സ്പൂൺ എടുത്ത് വരണം. ഇതവിടെ പഴത്തിൻ്റെ സ്ഥലം ഇവിടെയാണ്. എന്താ അതിന് പൂർണ്ണമായുള്ളൂ. പപ്പടം. ഇനി നമുക്ക് ചോറ് എല്ലാവരും അല്ലേ. ഈ ചോറിട്ട് ശേഷം ആണ് നമ്മുടെ നെയ്യും പരിപ്പും വരിക. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. ഈ സൈഡിൽ എന്നിട്ട് ഇവിടെ സാമ്പാർ ഒഴിക്കുക. കുഴിയാക്കണം എന്നാലാണ്. ഇങ്ങനെയാണ് നമ്മുടെ സദ്യവട്ടം വിളമ്പുക. നമ്മൾ ഈ നെയ്യും പരിപ്പും ചോറിലല്ല ഒഴിക്കുക. ആദ്യം ഞാൻ കഴിക്കുമ്പോൾ ഇനി കാണിക്കാം. ഇതാണ് ആദ്യം വറവ്. ഇത് ഞാൻ വളരെ ശാസ്ത്രീയമായ രീതിയല്ല പറയുന്നത്, ഇത് മാറ്റങ്ങൾ ഉള്ളതുണ്ടാകും. അതുപോലെ സദ്യയൊക്കെ കഴിക്കാൻ തന്നെ ഒരു വേറെ രീതിയാണ് കേട്ടോ. കാരണം ഇവിടെ എങ്ങനെ വെച്ചാൽ സാമ്പാർ കഴിക്കണം, അത് കഴിഞ്ഞാൽ കുറച്ച് പാൽപ്പായസം കഴിച്ചിട്ട് വീണ്ടും, പക്ഷെ അതൊക്കെ വലിയ മറ്റേ സദ്യകൾക്ക് ഓണത്തിന് ഇങ്ങനെ സാധാരണ ഇതാണ്. പായസം കഴിച്ചിട്ട് വീണ്ടും രസവും ചോറും കഴിക്കണം, വീണ്ടും രണ്ടാമത്തെ പായസം കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പായസം ഉണ്ടാക്കിയത് ഓണസദ്യയാണല്ലോ. ആ ഓണസദ്യയുടെ രീതിയിലാണ്. എന്നാലും നമ്മൾ വിളമ്പുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വിളമ്പും. അപ്പോൾ വറവ്, ഇത് വറുത്തുപ്പേരികൾ 2 എണ്ണം. ഇതിൽ വേണമെങ്കിൽ ചേന വെക്കാം, നാരങ്ങാക്കറി, പുളിയിഞ്ചി, കാളൻ, തോരൻ, ഓലൻ, അവിയല്, ഇഷ്ടു, കൂട്ടുകറി ആവാം. പക്ഷെ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടില്ല. പച്ചടി, അതുപോലെ പരിപ്പ്, സാമ്പാർ, പപ്പടം, ഇനി ഒരു രസവും കൂടി ഉണ്ട്. ഇങ്ങനെയാണ് സദ്യയുടെ രീതി. നമ്മൾ ഇന്നുണ്ടാക്കിയ പായസം ഇതാണ്. പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് രസട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കണ ആ ഓണത്തിന്റെ സുഖം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും ഫ്രണ്ട്സും ഒക്കെ വരും. ആ ഒരു ഓണത്തിന്റെ സുഖം അത് വേറെ തന്നെയാണ്.
അപ്പോൾ നമ്മൾ വട്ടങ്ങളൊക്കെ വിളമ്പി നമുക്കിനി കഴിക്കുകയല്ലേ, എല്ലാവരും കൂടി കഴിക്കാം. നമ്മൾ ആദ്യം ഈ പരിപ്പുണ്ടല്ലോ, അതിനാണ് ഈ പരിപ്പിട്ടിരുന്നത്. എല്ലാവർക്കൊക്കെ അറിയും, എന്നാലും പറയുക. എനിക്ക് ഏത് സദ്യക്കായാലും ഞാൻ ഇങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. ദേശം സദ്യയോട് കൊതിയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ രീതിക്ക് തന്നെ കഴിക്കാനുള്ളൂ. അപ്പോൾ ഈ പപ്പടവും ഈ ഇതും കുഴച്ച് എന്നിട്ടാണ് സാമ്പാർ ഇടുന്നത്. പിന്നെ എന്താ ഓണം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം കേട്ടോ. അന്യനാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയുടെ ഓണം ഉണ്ണാൻ വരണം. കാരണം ഈ അപ്പുറത്തുപുറത്തൊക്കെ താമസിക്കുന്ന ജ്യേഷ്ഠാനിയന്മാരാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടണം. അതിനൊക്കെ ഓണം ഉപയോഗിക്കണം. കാരണം ഈ ഒറ്റയ്ക്ക് സദ്യ വെച്ച് കഴിക്കുന്നതൊന്നും എന്താ പറയാ, ഓണത്തിന്റെ ഒരു ഓണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതന്നെയാണ്. എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും കളിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും അതിലൊരു അവസരം കണ്ടെത്തലും കൂടിയാണ് ഓണം എന്നാരും മറക്കരുത്. തീർച്ചയായിട്ടും ഒത്തുചേരലും കൂടിയാണ്. കാരണം പിന്നെ എനിക്കൊന്നും മനസ്സിലായി, നമ്മുടെ അച്ഛനും അമ്മയും അതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണം, കൂട്ടുകുടുംബം. നമുക്ക് കാരണം അച്ഛനും കൂടി എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് അത് ഭയങ്കര എന്താ പറയാ, അങ്ങനെയല്ല, എന്നാലും ഉണ്ടാവും എല്ലാവരും. പക്ഷെ എന്നാലും അതാണ് ഓണം, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചിരിക്കുന്നതാണ് ഓണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം, നമുക്ക് ഊണ് കഴിക്കാം. നമുക്ക് എല്ലാ പ്രാവശ്യം ഗസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഗസ്റ്റൊന്നും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. നമുക്ക് ഇലട്ട് ഊണ് കഴിക്കാം കേട്ടോ. പണ്ട് ഓണത്തിന് ഇലയിടുന്നതിനും ഒക്കെ ഉണ്ട്. കാരണം ചില വീടുകളിൽ നിലവിളക്കൊക്കെ കത്തിച്ച് കുറേ ഇലകളിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഓണം കൂട്ടുകുടുംബത്തിനാണ് ഏറ്റവും രസം. വളരെ ചെറിയ ഫാമിലിയിലൊന്നും ഒരു ഭംഗിയില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറേ ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറെ ആൾക്കാരൊക്കെ വരാനുണ്ടെങ്കിലാണ് ഈ സദ്യവട്ടങ്ങൾക്ക് ഒരുപാടുള്ളതൊക്കെ രസമുള്ളൂ. ഇത് എത്രയും നമ്മൾ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ നമുക്ക് വിളമ്പാം. അപ്പൊ ആദ്യം നമുക്ക് ഇല ഇടാം കേട്ടോ. ഇല ഇടുന്നത് തന്നെ ഒരു വിഭവമാണ്. ഇല എന്ന് പറയുന്നത് തന്നെ ഒരു വിഭവമാണ്. നല്ല തോശനില, നാക്കില, നമ്മുടെ ഇവിടെ നാക്കില എന്നാ പറയുക കേട്ടോ. തോശനില തെക്കൻ ഭാഷയാണ്. അപ്പൊ നമ്മൾ ഇല ഇട്ടു. ഇനി ഇവിടെ വറവ് ആദ്യം നമുക്ക് നമ്മുടെ വറുത്തുപ്പേരി, വറുത്തുപ്പേരി, ശർക്കരപ്പേരി, പിന്നെ നമ്മുടെ നാരങ്ങാക്കറി, പിന്നെതാ പുളിയിഞ്ചി. ഇനി നമ്മൾ കാളനാട്ടോ വിളമ്പുക. ഓരോന്നുണ്ടെങ്കിൽ കാണാല്ലേ വേണ്ടി അല്ല വിളമ്പണ് കാണാല്ലേന്ന്. കാളൻ സദ്യയൊക്കെ കുറച്ചാ വിളമ്പുക. കാളൻ, ഈ തോരൻ, രണ്ട് മഞ്ഞയായിട്ട് സംശയമില്ല. കാളൻ, തോരൻ, ഓലൻ, അവിയലയുടെ അവിയല്. നമ്മൾ സദ്യവട്ടങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ 2 ലൈനാക്കിയിട്ടൊക്കെ വിളമ്പും കേട്ടോ. അതാണ് വീതിയുള്ള ഇലയൊക്കെ വാങ്ങുന്നത്. അവിയല്. ഇതാ പച്ചടി, നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പച്ചടി ഇഷ്ടം. ഇതാണ് ഞങ്ങളുടെ വള്ളുവനാട്ടിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഇഷ്ടം. മസാല ഇഷ്ടമല്ല കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഇഷ്ടമാണ് ഇഷ്ടം. ഇപ്പോൾ വട്ടങ്ങളൊക്കെ ആയി. അടുക്ക് പപ്പടം, പഴം, സ്പൂൺ എടുത്ത് കഴിയും പഴമൊക്കെ അല്ലേ. പപ്പടം,
സ്പൂൺ എടുത്തിട്ട് വേണം ഇതവിടെ. പഴത്തിൻ്റെ സ്ഥലം ഇവിടെയാണ്. എന്താ അതിന് പൂർണ്ണമായുള്ളൂ. പപ്പടം. ഇനി നമുക്ക് ചോറ് എല്ലാവരും അല്ലേ. ഈ ചോറിട്ടതിന് ശേഷം ആണ് നമ്മുടെ നെയ്യും പരിപ്പും വരിക. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുള്ളൂ കേട്ടോ. ഈ സൈഡിൽ എന്നിട്ട് ഇവിടെ സാമ്പാർ ഒഴിക്കുക. കുഴിയാക്കണം എന്നാലാണ്. ഇങ്ങനെയാണ് നമ്മുടെ സദ്യവട്ടം വിളമ്പുക. നമ്മൾ ഈ നെയ്യും പരിപ്പും ചോറിലെല്ലാം ഒഴിക്കുക. ആദ്യം ഞാൻ കഴിക്കുമ്പോൾ ഇനി കാണിക്കാം. ഇതാണ് ആദ്യം വറവ്. ഇത് ഞാൻ വളരെ ശാസ്ത്രീയമായ രീതിയല്ല പറഞ്ഞ്, ഇത് മാറ്റങ്ങൾ ഉള്ളതുണ്ടാകും. അതുപോലെ സദ്യയൊക്കെ കഴിക്കാൻ തന്നെ ഒരു വേറെ രീതിയാണ് കേട്ടോ. കാരണം ഇവിടെ എങ്ങനെ വെച്ചാൽ സാമ്പാർ കഴിക്കണം, അത് കഴിഞ്ഞാൽ കുറച്ച് പാൽപ്പായസം കഴിച്ചിട്ട് വീണ്ടും, പക്ഷെ അതൊക്കെ വലിയ മറ്റേ സദ്യകൾക്ക് ഓണത്തിന് ഇങ്ങനെ സാധാരണ ഇതാണ്. പായസം കഴിച്ചിട്ട് വീണ്ടും രസവും ചോറും കഴിക്കണം, വീണ്ടും രണ്ടാമത്തെ പായസം കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പായസം ഉണ്ടാക്കിയത് ഓണസദ്യ ഉണ്ടോ, ആ ഓണസദ്യയുടെ രീതിയിലാണ്. എന്നാലും നമ്മൾ വിളമ്പുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വിളമ്പും. അപ്പോൾ വറവ്, ഇത് വറുത്തുപ്പേരികൾ 2 എണ്ണം. ഇതിൽ വേണമെങ്കിൽ ചേന വെക്കാം, നാരങ്ങാക്കറി, പുളിയിഞ്ചി, കാളൻ, തോരൻ, ഓലൻ, അവിയൽ, ഇഷ്ടു, കൂട്ടുകറി ആവാം. പക്ഷെ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടില്ല. പച്ചടി, അതുപോലെ പരിപ്പ്, സാമ്പാർ, പപ്പടം, ഇനി ഒരു രസവും കൂടി ഉണ്ട്. ഇങ്ങനെയാണ് സദ്യയുടെ രീതി. നമ്മൾ ഇന്നുണ്ടാക്കിയ പായസം ഇതാണ്. പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് രസട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കണ ആ ഓണത്തിന്റെ സുഖം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും ഫ്രണ്ട്സും ഒക്കെ വരും. ആ ഒരു ഓണത്തിന്റെ സുഖം അത് വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ വട്ടങ്ങളൊക്കെ വിളമ്പി നമുക്കിനി കഴിക്കല്ലേ, എല്ലാവരും കൂടി കഴിക്കാം. നമ്മൾ ആദ്യം ഈ പരിപ്പുണ്ടല്ലോ, അതിനാണ് ഈ പരിപ്പിട്ടിരുന്നത്. എല്ലാവർക്കൊക്കെ അറിയും, അതിലും പറയാ. എനിക്ക് ഏത് സദ്യക്കായാലും ഞാൻ ഇങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് ദേശം സദ്യയോട് കൊതിയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ രീതിക്ക് തന്നെ കഴിക്കാനുള്ളൂ. അപ്പോൾ ഈ പപ്പടവും ഈ ഇത് കുഴച്ച് എന്നിട്ടാണ് സാമ്പാർ ഇടുന്നത്. സദ്യയൊക്കെ കഴിച്ചു വന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഓണം. പണ്ട് സദ്യയൊക്കെ കഴിഞ്ഞാൽ ഒരു മുറുക്കൊക്കെ മുറുക്കി ഇങ്ങനെ ഉമർത്തിരിക്കുക ചെയ്യാം കേട്ടോ. ആരും മുറുക്കാത്തവരും ഓണത്തിന് മുറുക്കും. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീട്ടില്. അപ്പോൾ ഓണത്തിന് പാട്ട് പാടിയല്ലമ്മ. മാവേലി നാടു വാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ഒരിക്കൽ കൂടി വള്ളുവനാടൻ വ്ലോഗിന്റെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ